ഹലോ. ആ ആ ഉണ്ട് കൊടുക്കാം. ആരാ? ഇവിടെ ഒരു പണിയിലാ. അതെ. ആരാ? ആ മെമ്പർ സ്തുതി വിളിക്കണു. അയ്യോ എടുക്ക്. എന്നാ അതാ ആരോമലിന്റെ ജോലിക്കാര്യം പറയാനാണ് മെമ്പർ. അത് വിളിച്ച് സംസാരിക്കാതെ. അതൊക്കെ നിങ്ങൾ പറഞ്ഞാലും ശരിയാവുള്ളൂ. ഈ പെണ്ണിന്റെ എന്നാ ഇപ്പൊ കൊടുക്കാട്ടാ. എറിഞ്ഞാലോ? കൊണ്ട കൊണ്ട. ഓ എന്റെ കണ്ണിൽ. ഇങ്ങോട്ട് കാര്യം. ഹലോ ഹലോ. അത് കട്ടായി. അപ്പൊ തന്നെയാണ് സംസാരിച്ചിരുന്നില്ലേ? അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞല്ലേ. എത്ര പേരറിയാം അവിടെ അപേക്ഷ കൊടുത്തിരിക്കണ്? ആ സഹകരണ ബാങ്കില്ലേ, അവിടെ പിയുന്റെ ജോലി ശരിയാക്കാൻ വേണ്ടിട്ട് ഞാൻ എത്ര കാലം അയാളുടെ പിന്നാലെ നടക്കുന്നു. ഇപ്പൊ എന്തിനാ ഇതിന്റെ മുകളിൽ കയറി ഇരിക്കണേ? പിന്നെ ഈ പണി നീ എടുക്കോ? അത് അവനോട് പറഞ്ഞ അവൻ ചെയ്തു തരില്ലേ? ആര്? ആരോമലോ? എടി അവൻ ഇന്ന് വരെ തരികളി ഒരു പണി എടുത്തിട്ടുണ്ടോ? +2 പാസ്സായിട്ടില്ല. അവന് സർക്കാർ ജോലിയും വേണം. നീ ആ ചെറുക്കനെ കുറ്റം പറഞ്ഞു. എന്ത് കുറ്റം പറയുന്നത്? അവന്റെ പ്രായത്തിലുള്ള കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളെ. സുഗത, നീ എന്റെ മേലെ പണി എടുക്കുന്നത്? ഞാനേ ഒരു പെയിന്റ് അടിക്കാൻ ഒരാളെ വിളിച്ചാ 1200 ഉറുപ്പിക കൊടുക്കണ്ടേ? അത് വേണം. അപ്പൊ നമ്മള് വെക്കണ സമയത്ത് ഓരോന്നും ഇങ്ങനെ ചെയ്യാ. അല്ല സുഗത, മന്മഥം വന്ന അറിയില്ലേ? അവൻ ഇന്നലെ വന്നില്ലേ? ഇന്നലെ വന്നു. എന്താ പോന്നില്ലേ? ഈ പോയിക്കോ. ഞാൻ പിന്നെ വൈകുന്നേരം പൊക്കോളാം. ഞാൻ പോന്നു. അവിടെ കുത്തിയിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. അപ്പൊ ഈ പണി എടുക്കുവോ? ആ മന്മഥനെ ഒന്ന് പോയി കാണ്. എന്നിട്ട് ആരോമലിന്റെ ജോലിക്കാരെ ഒന്ന് പറ. എടി അവൻ അമേരിക്കയിൽ പോയി ജോലി ചെയ്യാനുള്ള യോഗം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. മരിതൊന്നെടുത്തേ. ഇതെന്താ നാരങ്ങ മിഠായ? ഇതേ കാലങ്ങളായിട്ട് കാമുകന്മാർക്ക് കൊടുക്കുന്ന ഒരു മിഠായിയാണ്. ജോലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഫ്രൂട്ട്സ് സലാഡ് വാങ്ങിക്കും. പിന്നെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചോ? ഞാനിതിപ്പോ എങ്ങനെ വീട്ടിൽ പറയാ? ചേട്ടപ്പ എന്റെ അച്ഛന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സ്വന്തം മോളെ കല്യാണം കഴിക്കാൻ പോണ ആൾക്കൊരു നല്ല ജോലിയാണോന്ന്. അതിപ്പോ എന്റെ അച്ഛൻ മാത്രല്ല, ആരുടെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ആലോചിക്കുള്ളൂ. അല്ല ലക്ഷ്മി, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ, എനിക്ക് കിട്ടാഞ്ഞിട്ടല്ലേ. ഞാന് ബോംബെയിൽ പോകാൻ നോക്കിയില്ലേ, ഗോവയിൽ പോകാൻ നോക്കിയില്ലേ, ചെന്നൈയിൽ പോകാൻ നോക്കിയില്ലേ. പോവാൻ നോക്കിയല്ലേ ഉള്ളൂ, പോയില്ലല്ലോ. അല്ല, അത് നല്ല ജോലി അല്ലാത്തോണ്ടാണ്. പക്ഷെ ഇപ്പൊ എന്റെ അച്ഛന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ജോലിയാണെങ്കിലും നല്ലൊരു ജോലി ആയിരിക്കണം, അത്രേ ഉള്ളൂ. അതിനെങ്കിലും ഒന്ന് കിട്ടും. ഞാൻ നിരന്തരമായിട്ട് ശ്രമിക്കണ്ടല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് എനിക്ക് പറയാലോ, അല്ലേ? പറയില്ലേ? കിട്ടിക്കഴിഞ്ഞാ പിന്നെ എന്തായാലും വീട്ടിൽ പറയാൻ പറ്റും. അയ്യോ ഒരു മിണ്ടല്ലേ. അമ്മേ അമ്മേ ഞാൻ ഇറങ്ങുവാ. അത് കോളേജിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകിയതായിരുന്നു ഉണ്ടാട്ടാ. ഇറങ്ങും ഞാൻ എത്താറായി. കൂട്ടേട്ടാ, ബൈ ബൈ. ഓക്കെ ശരി ചാച്ചപ്പ ബൈ. ഒക്കോ ബൈ. എന്നെ വിളിക്കണ്ടാന്ന് ഞാൻ നടക്കൂലേ? നടക്കും. എനിക്ക് ഈ മുണ്ട് കേട്ടത് അല്ല, ഞാൻ കൊണ്ടുവിടണോ വീട്ടിലോട്ട്? പൊക്കോളോ? ശരി, ഓക്കെ. അതല്ല ഞാന് എന്നോടാ കളി. ഓക്കെ, അപ്പൊ ശരി, ഓക്കെ. അതോട്ടാ കൂവ. അപ്പുറപ്പുറം ആൾക്കാരുണ്ട്. നാലറിയട്ടാ. ഞാൻ പറഞ്ഞ പിടിക്കണോ? വേണ്ട. അതെ, അവിടെ ഇരിക്കും ഞാൻ. എന്ത് കഴിഞ്ഞ തവണ അയാൾക്ക് ഇതേമാതിരി കൊടുത്തിട്ട് സുഗത, ഞാനിതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് 2 ചെറുത് കൊടുത്തുള്ളൂ. സന്തോഷായിക്കോട്ടെ എന്ന് കൊടുത്തല്ലേ. പഴയ പോലെ പറ്റണില്ല കേട്ടാ. ഇത് എന്തൊക്കെയാണ്? ഞാൻ ഇന്നലെ ഇറങ്ങാതിരുന്നേ, നീ വന്ന വഴിക്ക് ഭയങ്കര തിരക്കാവൂലോ. ഒന്നും പറയണ്ട സുഗത, ഞാനേ ഫുൾ ഓട്ടത്തിലാണ്. ബന്ധുക്കളെല്ലാം പോയി ഒന്ന് കണ്ടു. അല്ലെങ്കിൽ ആ പരാതി കിടക്കുവേ. തിരിച്ച് അമേരിക്കയിൽ ചെന്നാ പോലും പരാതി തീരൂല. അതുകൊണ്ടാ നരച്ചല്ലടോ. എന്റെ പോലെ എനിക്കൊക്കെ ഡൈ അടിച്ച് നടക്കാൻ പറ്റുമോ? ഇത് ഡൈ ഒന്നുമല്ല, ഇത് പിന്നെ വിക്ക കുറച്ച് ബാക്കി ഇവിടെ എല്ലാം ഓർജില്ല. വയറൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടാ. രാവിലെ അവിടെ
ജോഗിങ് പരിപാടികളെല്ലാം ഉണ്ട്. അപ്പൊ ശരി ഓക്കെ ബാ, എന്നാ നമുക്ക് അകത്തോട്ടിരുന്നാലോ? ഓക്കെ ശരി. ആ ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ ഇരുന്നോ. നമുക്ക് രണ്ട് അല്ല എനിക്ക് വേണ്ട. എന്നിട്ട് നിന്നെ കണ്ടാ മാത്രം ആ സന്തോഷം മതി, വേറെ ഒന്നും വേണ്ട. അല്ല, നീ എന്താ കഴിപ്പില്ലേ ഇപ്പൊ? ഇല്ല നിർത്തിയ ചുമ്മാതെ. പിന്നെ ഞാനും അമേരിക്ക പോയി ഞാനും നിർത്തും. ഇവിടെ പിന്നെ അതില്ലാണ്ട് പറ്റില്ല. എന്നാലും നിനക്ക് എന്തെങ്കിലും തരാണ്ട്. എന്തിന്? നിന്നെ കണ്ടാ പോരെ, അതൊന്നും വേണ്ട. അല്ല, ഞാൻ ഇത് കൂടിയതാണ്. വേണ്ട. അങ്ങോട്ട് കേട്ടോ. എന്ത്? കെട്ടിക്കോ, കിടക്കട്ടെ. എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങള്? പിന്നെ ഞാനേ ആ എടോ നമ്മുടെ ആരോമലില്ലേ, ഇപ്പൊ വയസ്സ് കുറയില്ലേ അവനെ. ആ കല്യാണമൊക്കെ കഴിപ്പിച്ചു കൊടുക്കണ്ടേ? കല്യാണമൊക്കെ അവൻ സ്വന്തം കാലിൽ നിക്കാറായിട്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി. ഞാൻ പറയണതേ, ഒരു പണിക്കും പോണില്ലേ ചെക്കനെ. അതല്ലേ? പിന്നെ ഈ +1 തോറ്റ് കിടക്കണ ചെക്കനെ എന്ത് സർക്കാർ ജോലി കിട്ടുന്ന വിചാരം? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, അവന് അമേരിക്കയിൽ ഒരു പണിയുടെ കാര്യം, അത് എന്തേലും നോക്കണോ? നീ ഇപ്രാവശ്യം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു സംഭവം ഉണ്ട്, ഞാനത് പറയാം. ഒരു പുതിയ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അല്ല മന്മത, കോഴ്സ് അല്ല വേണ്ടത്, അവന് ജോലിയാണ് വേണ്ടത്. എടോ, അത് ഈ കോഴ്സ് കഴിഞ്ഞാൽ അവന് ജോലി അപ്പൊ കിട്ടും. അതെല്ലേ? അതെ. ഫ്യൂണറൽ സർവീസ് കോഴ്സ് എന്നാ പറയണേ. എന്ന് പറഞ്ഞാൽ സുഗത, ഈ മരണാനന്തര ചടങ്ങുകൾ, അതായത് ഇപ്പൊ ശവസംസ്കാരം എങ്ങനെയാണ് നടത്തേണ്ടത്, ശവസംസ്കാരം നടത്തുമ്പോ പാലിക്കേണ്ട കാര്യങ്ങള്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളാണ് ഈ കോഴ്സിനകത്ത് വരുന്നത്. അവിടെ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ക്രിയൊക്കെ നടത്തിയിട്ട് അടക്കം ചെയ്യണം. അത് പറഞ്ഞ ഇവിടെ ശ്മശാനത്തിലെ ജോലി പോലെ ഒരു ജോലി അങ്ങനെ നിസ്സാരമായിട്ട് കളയല്ലേ. അവിടെയൊക്കെ ഇതിനുള്ള കുറച്ചുകൂടെ വാല്യൂ ഉണ്ട്. ഇതിനകത്ത് തന്നെ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അതിൽ തന്നെ തസ്തികകളുണ്ട്. അത് നമ്മുടെ കഴിവുപോലിരിക്കും. അതിനകത്ത് തന്നെ ഫ്യൂണറൽ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫ്യൂണറൽ അറേഞ്ചർ ഉണ്ട്, സെമിത്തേരി കെയർടേക്കർ ഉണ്ട്, പിന്നെ എംബാമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ തസ്തികയ്ക്കും ഓരോ സാലറിയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് 10 ലക്ഷം രൂപ ഉണ്ട്. 10 ലക്ഷം രൂപയുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതായിക്കഴിഞ്ഞാൽ ഈ ഫ്യൂണറൽ ഡയറക്ടർ ആവാം. അതെല്ലേ? അപ്പൊ അതുകൊണ്ട് അവനോട് ചോദിക്ക്, അവന് താല്പര്യമുണ്ട്. അപ്പൊ ശരി ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സുധ, എനിക്ക് സുഗതന്റെ ഒരു ചെറിയ സഹായം ചെയ്യണം. അല്ല, അപ്പൊ ഇതിന് പണച്ചെലവുണ്ടല്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ അതല്ല പറഞ്ഞ, ഞാൻ ആയിരിക്കണ മുതലില്ലേ, അതിനൊന്ന് എങ്ങനെയെങ്കിലും നീ അവിടെ വീട്ടിലെത്തിച്ചൂടെ? എങ്ങോടെങ്കിലും ഒന്ന് ഇവിടുന്ന് ഡിസ്പോസ് ചെയ്യും. ഒന്ന് എടുത്തിട്ട് പോകും. എനിക്ക് സമയമില്ലാത്തോണ്ടല്ലേ ഞാൻ കൊണ്ടേക്കോളാം. ഒന്ന് കൂട്ടിക്കൊണ്ടോട്ടെ. ശരി. അപ്പൊ ശരി ഓക്കെ. ഞാൻ സഹായിക്കണോ? വേണ്ട, ഞാൻ കൊണ്ടേക്കോളാം. ഓസിക്ക് കിട്ടിയ ആസിറ്റും അടിക്കൂലേ? സുഗത, അപ്പൊ ശരി ഓക്കെ. ശരി ഓക്കെ. അമ്മേ, ഈ അച്ഛൻ ഇവിടെ പോയിരിക്കാണ്. ആ മന്മഥൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നിന്നെയും കൂടെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയാൻ പോയതാ. അമ്മ ശരിക്കും പറയണോ? അമേരിക്കയില് വയ്യ അമ്മേ. അമേരിക്കയിൽ ഇപ്പൊ ഒരു രാത്രി ആയിരിക്കുമല്ലോ അമ്മേ? എടാ ആരോമലെ, നിനക്ക് ജോലി കിട്ടിയിട്ടില്ല. കിട്ടുവോന്ന് അന്വേഷിക്കാനാണ് അച്ഛൻ പോയത്. നീ അവിടെ താഴെ നിക്കത്തുള്ളാതെ. അപ്പൊ കിട്ടൂലേ? കിട്ടൂലെന്ന് ചോദിച്ചാ അച്ഛൻ പോയി ചോദിക്കട്ടെ. വന്നല്ല അച്ഛാ, എന്തായി? എന്ത് അമേരിക്ക? ഇങ്ങോട്ട് വാ. ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അച്ഛൻ ഇരിക്കി. മന്മഥൻ തന്നാ ഇതോ അവിടെ തന്നാ. അമ്മ ഇതാ നോക്കട്ടെടാ ആരോമലെ. നിക്ക്, ഞാൻ കെട്ടട്ടമ്മേ. എവിടെ കൊള്ളാലത്? കൊള്ളാലേ? ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ എത്ര ഓരോ ദിവസം ഓരോ വച്ച് കെട്ടാ എന്തൊക്കെ ചെയ്യാം അമേരിക്കക്കാരനായാലേ. എന്തായിന്ന് പോയിട്ട്? അല്ല, എന്റെ ജോലിക്കാരിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ജോലി എന്ന് പറഞ്ഞാ? നീ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ മന്മഥൻ സമ്മതം. അച്ഛൻ ഞാൻ അമേരിക്കയിൽ പോവാൻ 100% സമ്മതാണ്. എന്താ ജോലി എന്ന് പറയാ അച്ഛൻ? ശവടക്കോ? അച്ഛൻ എന്ത് ഈ അസ്ഥാനത്ത് കോമഡി പറയണത്? അതിന് നിങ്ങൾ എന്തെന്നീ പറയണേ? കാര്യം പറ അങ്ങോട്ട്. ഈ ശവടക്ക ഒരു ജോലിയാണോ? എടാ, അമേരിക്കയിൽ അതൊരു ജോലിയാണ്. അയ്യേ, ശവടക്കണം ഞാൻ പോകില്ല. അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും ജോലിക്ക് മാത്രം എന്നെ നോക്കിയാൽ മതി. ലോക്കൽ പണിക്കൊന്നും ഞാൻ പോകില്ല. വേണ്ട, എന്റെ മുമ്പ് ഉണ്ടോ? അല്ല, ഈ ശവടക്കല് പറഞ്ഞ് മോശം പരിപാടിയാ.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മരിച്ചവരൊക്കെ ഇങ്ങനെ ശവം കുന്നുകൂടി കിടക്കണ്ടാവല്ലോ. എടാ എല്ലാ ജോലിക്കും അതിന്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ കണക്കായി പോയി. എന്റെ മോൻ എന്തായാലും ശവടക്കിന് പോട്ടെ. ശവടക്ക് വേണ്ട അച്ഛാ, വെറുതെ പ്രതീക്ഷ. ആരോമലേ, ഈ ശവടക്കിന്റെ ജോലിക്ക് അമേരിക്കയിൽ എന്താ ശമ്പളം എന്നറിയണ? എന്ത് ശമ്പളം? 10 ലക്ഷം ഉറുപ്പ്യ മാസം. ആ ആ 10 ലക്ഷം? ആടി 10 ലക്ഷം ഉറുപ്പ്യ തൊട്ടിട്ട് അങ്ങോട്ട് ശമ്പളം തുടങ്ങുന്ന പറഞ്ഞു. മന്മഥേട്ടൻ പറഞ്ഞോ? പിന്നെ 10 ലക്ഷോ? ആ അച്ഛാ അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാച്ചാ. ശവടക്ക് മാത്രമല്ല, വേണം കൊലപാതകം ചെയ്ത് ഞാൻ. അല്ല പറയാമേ. അതിലൊരു പ്രശ്നമുണ്ടേ. എന്താ? ഈ ശവടക്കിനെ കുറിച്ചൊരു കോഴ്സ് ഉണ്ട്. ആ അത് അവിടെ ചെന്ന് പാസ്സാവണം. അത് പാസ്സാവാലോ? എടാ നീ പോയിട്ട് പഠിക്കണം. പഠിക്കമ്മേ. ആ അല്ലാതെ ഇവിടെ ഉഴപ്പി നടന്ന പോലെ പറ്റില്ല. ഇല്ലില്ല, അച്ഛനറിയില്ലേ നമ്മുടെ ശങ്കരമാമ മരിച്ചപ്പം ഞാനല്ല ബോഡി എടുത്തോണ്ടോ, ഞാനും നമ്മുടെ ശശിയെല്ലാം കൂടെ ബോഡി എടുത്തുകൊണ്ടോ കുളിപ്പിക്കാൻ ഞാൻ കൂടി. എന്നിട്ട് ഇവിടുത്തെ ഷർട്ട് ഇട്ട് കൊടുത്തത് മുണ്ടുപിടിപ്പിച്ചൊക്കെ ഞാനാ. ആ കെട്ട് മൂക്കിൽ പഞ്ഞു വരെ വെച്ചാ ഞാനാ. അങ്ങനെ അതല്ല അവിടുത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ശവടക്കിന്റെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സെമിത്തേരിയിൽ ഇത് അടക്കം ചെയ്യുന്നത് എങ്ങനെയൊക്കെയാന്ന് പഠിക്കണം. പിന്നെ ഈ മരിച്ചു കഴിഞ്ഞ ബോഡി ചിലപ്പോ കുറച്ചു ദിവസം വെക്കേണ്ടി വരും. അപ്പൊ അത് അഴുകാതെ എത്തരത്തിൽ വെക്കണം എന്ന് ശാസ്ത്രീയമായിട്ട് പഠിക്കണം. പിന്നെ അതിന്റെ ക്രിയകളും ചടങ്ങുകളും ആരൊക്കെ വിളിക്കേണ്ടത് പോണ്ടത് അങ്ങനെ എല്ലാ ചടങ്ങുകളെ കുറിച്ചും പഠിക്കണ കോഴ്സാണത്. ആ കോഴ്സ് പാസ്സാവണം. അതവരെ പഠിപ്പിക്കല്ലോ അവര്. പഠിപ്പിക്കും. അപ്പൊ ഞാൻ പഠിച്ചോളാമേ. ഇനി ഒന്നും ആലോചിക്കണ്ട, മന്മഥനോട് പറയുമ്പോ വരുന്നു. അതെ അച്ഛൻ പറയും. അച്ഛൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ മന്മഥനെ വിളിച്ചു പറഞ്ഞിട്ടേ നാളെ തന്നെ അതിന്റെ പേപ്പറൊക്കെ കൊണ്ടുകൊടുത്തിട്ട് ചെയ്യാം എന്തേലൊക്കെ. അച്ഛാ പിന്നെ എന്തായാലും ഇപ്പൊ ജോലിക്കാരൊക്കെ ശരിയായില്ലേ? അച്ഛൻ ലക്ഷ്മിയുടെ അച്ഛനെ പോയി കണ്ടിട്ടേ ഞങ്ങളുടെ കല്യാണക്കാരും കൂടി ഒന്ന് സംസാരിക്കും. പറയമ്മേ. എടാ അത് ജോലി കിട്ടിക്കഴിഞ്ഞ് പറയാം. ജോലി കിട്ടുമല്ലോ. ഞാൻ ആദ്യം മന്മഥനെ പോയി കാണട്ടെ, എന്നിട്ട് പേപ്പറൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ പോയി പറയാം. അല്ല ജോലി കിട്ടുന്ന ഉറപ്പാണെങ്കിലേ കല്യാണം കഴിഞ്ഞാൽ അവളെയും കൊണ്ട് അമേരിക്കക്ക് പോവാൻ. ആദ്യം ഒന്ന് പോയിട്ട് വാടാ, എന്നിട്ട് കൊണ്ടുപോവാ. ചെറുക്കൻ. അച്ഛൻ വിളിക്കച്ചാ. എന്റെ ഫോണിൽ വിളിക്കണോ? ഞാൻ വിളിച്ചോളാം. അച്ഛൻ പറഞ്ഞോളൂ അതൊക്കെ. ഇപ്പോഴേ കൂട്ടുകാരോടൊന്നും എഴുന്നള്ളിക്കണ്ട. അമ്മേ അമേരിക്കയിലേ ഇപ്പൊ രാത്രിയാ, ഇവിടെ പകലല്ലേ. ഞാനവിടെ പോയി ജോലി ചെയ്യുമ്പോ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയായിരിക്കും. അതെ അതെ. അമേരിക്ക അമേരിക്ക അമേരിക്ക. വൃന്ദാവന കൃഷ്ണ നന്ദാവന കൃഷ്ണ വൃന്ദാവന കൃഷ്ണ നന്ദാവന കൃഷ്ണ നന്ദകിശോര മുകുന്ദ മുരാരേ നന്ദന നന്ദ ഹരേ വൃന്ദാവന അല്ലേ? അമ്മ തെറ്റിക്കാണ്. അത് കുഴപ്പമൊന്നുമില്ല അമ്മ. അച്ഛത് മര്യാദക്ക് എടുക്കണം കേട്ടോ. അത് ഇത് കറക്റ്റ് അല്ലേ? ക്യാമറ ഡാൻസ് കളിക്കണം കേട്ടോ നമ്മുടെ കൂടെ കളി. ആ ശരി ശരി റെഡി എടുത്തോ. വൃന്ദാവന കൃഷ്ണ നന്ദാവന കൃഷ്ണ നന്ദകിശോര മുകുന്ദ മുരാരേ നന്ദന നന്ദ ഹരേ വൃന്ദാവന കൃഷ്ണ നന്ദാവന കൃഷ്ണ വൃന്ദാവന കൃഷ്ണ നന്ദാവന കൃഷ്ണ. നന്നായി. ഞാനിത് മോളിങ്ങനെ ഈ ഇതിലിങ്ങനെ വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ടേ. അല്ല ഇപ്പൊ എല്ലാവരും ഇതിന്റെ ഒരു തരംഗാണല്ലോ. അതെ അതെ അതെ. എന്താ ഇപ്പൊ പിടിക്കുക? അല്ല ഞാന് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്ന. ആ എന്താ ഇരിക്കാം. വരൂ 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 മോളെ. ചായ? അല്ല ഞാൻ ഇപ്പൊ വരുമ്പോ കുടിച്ചേ. അല്ല നല്ലൊരു ചായ എടുക്കാം. അല്ല അതൊക്കെ പിന്നെ കുടിക്കാലോ. എന്താണോ? അല്ല അത് ഞാനേ അല്ല അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോ ഇത് അങ്ങോട്ട് ഇങ്ങോട്ടങ്ങനെ പോകുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് കയറണം എന്ന് കരുതും. ശരി ശരി. നമ്മളൊക്കെ പിന്നെ ഒരു നാട്ടുകാരാണല്ലോ. ആ പിന്നെന്താ. അപ്പൊ വിവരങ്ങളൊക്കെ പരസ്പരം അറിയാന്നുള്ളൊരു. മോള് പഠിക്കുന്നുണ്ടോ? PG കഴിഞ്ഞിട്ടില്ല. അല്ലാതെ അറിയാം, പഠിക്കേണ്ടത് അറിയാം. ഈ മോൾക്ക് കല്യാണാലോചനയൊക്കെ വല്ലതും? കല്യാണാലോചനകളൊക്കെ ഓരോന്നൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമുക്കതൊന്നും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പിന്നെന്താ വെച്ചാൽ പലത് വരുന്നത് ഈ ജോലിയൊന്നും വേണ്ട രീതിയിലില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വേണം. സർക്കാർ ഉദ്യോഗം വേണമെന്നൊന്നും ഇല്ല ഇപ്പൊ ഇന്നത്തെ കാലത്തെ. പക്ഷെ ചെക്കൻ എന്തെങ്കിലും ഒരു വരുമാനം ഇല്ലാത്ത ആളാണെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. ആ അപ്പൊ അങ്ങനൊന്നും മനസ്സിന് ഒത്തു വന്നില്ല. അല്ല ഇപ്പൊ എന്റെ മോനെ ആരോമലിനെ അറിയാലോ.
അവനിപ്പോ കല്യാണപ്രായൊക്കെ ആയി. ആ ഇനിയിപ്പൊ അവനൊരു നല്ല പെൺകുട്ടീനെ കണ്ടിട്ട് ഒരു കല്യാണൊക്കെ നടത്തിക്കണം. അപ്പൊ അതാണിപ്പോ. അല്ല അവന് ജോലിയൊന്നും ആയില്ലല്ലോ, ജോലിയായോ? അല്ല, ഇത്ര കാലം ജോലി ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ കല്യാണം കഴിപ്പിക്കാൻ. ആ ജോലി വേണം. വേണം. ഇന്നത്തെ കാലത്ത് ജോലി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അവനൊരു ജോലി ശരിയായിട്ടുണ്ട്. അപ്പൊ ജോലി ശരിയായ സ്ഥിതിക്ക് ഉടനെ കല്യാണം കഴിപ്പിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്തെ ജോലി, ഗവൺമെന്റ് ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം ഒന്നും ഉണ്ടാവൂല. ഒരാളുടെ വരുമാനം കൊണ്ടൊന്നും ഒരു കുടുംബം കഴിഞ്ഞു പോവില്ല. അപ്പോ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പെൺകുട്ടിക്കും അവനും ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അതൊക്കെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോവാം. അങ്ങനെ പറയാൻ പറ്റൂ. ഇതിപ്പോ അങ്ങനെ ഇങ്ങനത്തെ ജോലിയൊന്നല്ലേ. അമേരിക്കയിലല്ലേ. അമേരിക്കയിലോ? അപ്പൊ പോയോ? ഇല്ല, അപ്പൊ അടുത്ത് പോവും. നമ്മുടെ മന്മഥനാണ് കൊണ്ടുപോണതേ. മാസം 10 ലക്ഷം റുപ്യ സാലറി. 10 ലക്ഷം വിടരുത്. അയ്യോ, അല്ല, അവൻ പോവാണ്ടിരുന്നാ പിന്നെ എങ്ങനെയാ ജോലി ചെയ്യണ്? അതല്ലാന്ന്, ഈ ജോലി വിടരുത്. അമേരിക്ക വിടരുത്. നല്ലതാ. അപ്പൊ അവ അമേരിക്കയിലേക്ക് പോണൊക്കെ ശരിയായ സ്ഥിതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവനൊരു നല്ല കുട്ടിയുടെ കല്യാണം ധൈര്യമായിട്ട് കഴിപ്പിക്കാലോ. അപ്പൊ നമ്മുടെ അല്ല, നിങ്ങളുടെ കുട്ടി നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ. ലക്ഷ്മിയും നമ്മുടെ ആരോമലും നല്ല പരിചയക്കാരാണേ. ഇപ്പോഴത്തെ കുട്ടികളാണല്ലോ. അപ്പൊ അവനൊരു താല്പര്യം അവൾക്കും അങ്ങനെ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ ജോലി കിട്ടിയില്ല. നല്ല കുട്ടികളാ അവര്. ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നൊരു ഇതിലാണേ. അതിനെന്താ, അതൊന്നും ഇപ്പൊ വിഷയമുള്ള കേസല്ലല്ലോ. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതെ. അപ്പൊ ഞാനേ ഒരു കാര്യം ചെയ്യും. ഞാൻ വൈഫിനോടൊന്ന് ചോദിക്കട്ടെ കേട്ടാ. ഒരു മിനിറ്റ്. ശരി, വെച്ചോ. ഞാൻ പിന്നെ ഞാനോട് വരാം. ഞാൻ പറഞ്ഞേ. അപ്പൊ അവർക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. ശരി. അപ്പൊ അങ്ങനെ ചെയ്യാൻ തന്നെയാ. അല്ല, അമേരിക്കയിൽ എവിടെയായിട്ടാണ്? അമേരിക്ക. അതെ, പോവാൻ പോണല്ലേ ഉള്ളൂ. അമേരിക്കയിൽ എവിടെ നിനക്കറിയാം? ആദ്യം അവര് അമേരിക്കയിൽ പോയിട്ടൊന്ന് സെറ്റിൽ ആവട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോ ഉണങ്ങാൻ പോകുമ്പോഴൊക്കെ ചെയ്യാലോ. ഓരോരുത്തർക്കും ഓരോന്ന് അതങ്ങോട്ട് വിധിച്ചിട്ടുണ്ടാവും. അതെ, അതുപോലെ നടക്കുള്ളൂ. അതുപോലെ നടക്കൂ. അപ്പൊ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. എന്നാ ഒരു ചായ കുടിച്ചിട്ട് പോയാലോ? എന്നാ പിന്നെ ഒരു ചായ. ചായ കേട്ടാ. മധുരം കുറച്ചാവും. കുറച്ചാവും. അപ്പൊ കുഴപ്പമില്ല കേട്ടോ. അത് പതുക്കടക്കും.